വൺസ് ദർ വാസ് എ ഷെപ്പേർഡ് ബോയ്. ഒരിക്കൽ ആട്ടിടയനായ ഒരു ബാലനുണ്ടായിരുന്നു. He had to look after a flock of sheep. അയാൾക്ക് ഒരു ആട്ടിൻകൂട്ടത്തെ നോക്കണമായിരുന്നു. One day he felt bored. ഒരു ദിവസം അയാൾക്ക് മടുപ്പ് തോന്നി. Because he was doing it for a long time. കാരണം അവൻ വളരെ കാലമായി അത് ചെയ്യുന്നുണ്ടായിരുന്നു. So he decided to play a trick on the villagers. അതുകൊണ്ട് ഗ്രാമവാസികളെ ഒന്ന് കബളിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. He shouted. അവൻ അലറി വിളിച്ചു. Please help, please help. There is a wolf, wolf. രക്ഷിക്കണേ, അവിടെ ഒരു ചെന്നായ. The villagers heard his cries. ഗ്രാമവാസികൾ അവന്റെ നിലവിളി കേട്ടു. They rushed to help the boy. അവർ കുട്ടിയെ സഹായിക്കാൻ ഓടി. They reached the spot and asked. അവർ സ്ഥലത്തെത്തി എന്നിട്ട് ചോദിച്ചു. Where is the wolf? എവിടെയാണ് ചെന്നായ? The shepherd boy laughed loudly. കുട്ടി ഉറക്കെ ചിരിച്ചു. Ha ha ha. I fooled all of you. Ha ha ha. ഞാൻ നിങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചു. I was only playing a trick on you. ഞാൻ നിങ്ങളെ വെറുതെ കളിയാക്കുകയായിരുന്നു. A few days later, the boy played his trick again. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുട്ടി വീണ്ടും ഈ തന്ത്രം കളിച്ചു. Again he cried, help, help, wolf, wolf. വീണ്ടും അവൻ നിലവിളിച്ചു, സഹായിക്കൂ, ചെന്നായ, ചെന്നായ. Again the villagers rushed up the hill to help him. അവനെ സഹായിക്കാൻ ഗ്രാമവാസികൾ വീണ്ടും കുന്നിൻ മുകളിലേക്ക് ഓടി. And again they found that the boy had tricked them. പിന്നെയും കുട്ടി അവരെ കബളിപ്പിച്ചതായി മനസ്സിലാക്കി. They were very angry with him. അവർക്ക് അവനോട് ഭയങ്കര ദേഷ്യം തോന്നി. Then some days later, പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, a wolf came into the field. ഒരു ചെന്നായ വയലിലേക്ക് വന്നു. The wolf attacked the sheep. ചെന്നായ ആടുകളെ ആക്രമിച്ചു. The boy ran towards the village and shouted. കുട്ടി ഗ്രാമത്തിലേക്ക് ഓടി, പിന്നെ നിലവിളിച്ചു. Help, help, wolf, help, somebody. സഹായിക്കണേ, ചെന്നായ, ആരെങ്കിലും സഹായിക്കണേ. The villagers heard his cries. ഗ്രാമവാസികൾ അവന്റെ നിലവിളി കേട്ടു. But they laughed because they thought it was another trick. എന്നാൽ ഇത് മറ്റൊരു തന്ത്രമാണെന്ന് കരുതി അവർ ചിരിച്ചു. The boy ran to the nearest villager and said. അടുത്ത ഗ്രാമവാസിയുടെ അടുത്ത് ഓടിച്ചെന്ന് കുട്ടി പറഞ്ഞു. The wolf is attacking the sheep. ഒരു ചെന്നായ ആടുകളെ ആക്രമിക്കുന്നു. I lied before, but this time it is true. ഞാൻ മുമ്പ് കള്ളം പറഞ്ഞു, പക്ഷേ ഇത്തവണ അത് സത്യമാണ്. Finally, the villagers went with him. ഒടുവിൽ ഗ്രാമവാസികൾ അവനോടൊപ്പം പോയി. It was true. അത് സത്യമായിരുന്നു. They could see the wolf
റണ്ണിങ് അവേ. ചെന്നായ ഓടിപ്പോകുന്നത് അവർക്ക് കാണാമായിരുന്നു. ആൻഡ് they saw many dead sheep lying on the grass. അവർ പുല്ലിൽ കിടക്കുന്ന ചത്ത ആടുകളെ കണ്ടു. So, we may not believe someone who often tells lies, even when he tells the truth. പലപ്പോഴും കള്ളം പറയുന്ന ഒരാളെ അവൻ സത്യം പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കില്ല. So, be honest. Thank you guys. I hope you have enjoyed the story. We'll see you again tomorrow with another video. Thank you.